ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തദ്ദേശ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം വർദ്ധിപ്പിക്കും. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. മലയാളി ഉൾപ്പെടെ 20 പേർ അവയവക്കടത്തിന് ഇരയായി. കൊടകര കുഴൽപ്പണക്കേസിൽ ED അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവ് കേസിൽ അന്വേഷണം തുടരുകയാണെന്ന EDയുടെ മറുപടി പരിഗണിച്ച്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം വർദ്ധിപ്പിക്കും. വാർഡ് വിഭജനത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് തദ്ദേശ വാർഡ് വിഭജനത്തിന് ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കും. 1200 വാർഡുകൾ അധികം വരും. കൂടിയാലോചനയില്ലാത്ത തീരുമാനമെന്ന വിമർശനം പ്രതിപക്ഷത്തിനുണ്ട്. ജനസംഖ്യാനുപാതികമായുള്ള വാർഡ് വിഭജനമാണ് ഉദ്ദേശിക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് വാർഡുകൾ പുനഃക്രമീകരിക്കാനാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്തിൽ 1000 പേർക്ക് ഒരു വാർഡെന്നാണ് കണക്ക്. 941 പഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനിലുമായി 1200 വാർഡ് അധികം വരും. അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കാനാണ് തീരുമാനം. 2010 അവസാനം വാർഡ് വിഭജനം നടന്നത്. 2015 ഭാഗികമായ പുനർനിർണയവും നടന്നു. സമീപകാലത്തെ വാർഡ് വിഭജന നടപടികൾ പലതും രാഷ്ട്രീയ വിവാദമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. മലയാളി ഉൾപ്പെടെ 20 പേരാണ് അവയവക്കടത്തിന് ഇരയായത്. അവയവദാതാക്കൾക്ക് 10 ലക്ഷം രൂപ നൽകുമ്പോൾ 5 ലക്ഷം രൂപ താൻ കമ്മീഷനായി കൈപ്പറ്റിയിരുന്നെന്നാണ് പ്രതി സബിത്തിന്റെ മൊഴി. മനുഷ്യക്കടത്തിന് ഇരയായവരിൽ ഒരാൾ പാലക്കാട് സ്വദേശിയായ മലയാളി എന്ന് വിവരം ലഭിച്ചതായി അധികൃതർ വെളിപ്പെടുത്തി. ഉത്തരേന്ത്യൻ സ്വദേശികളായ മറ്റ് 19 പേരുടെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പേർ മനുഷ്യക്കടത്തിന് ഇരകളായിട്ടുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. പ്രതി സാബിത്തിൽ നിന്ന് പോലീസിന് ഇതുവരെ ലഭിച്ചത് 20 പേരെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ദാതാവാകാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ ഈ മാഫിയ സംഘത്തിലെ കണ്ണിയായെന്നാണ് സാബിത് നാസർ പോലീസിനോട് പറയുന്നത്. 2019 വൃക്ക നൽകി പണം കൈപ്പറ്റാനാണ് ആദ്യം ശ്രമിച്ചത്. എന്നാൽ കൂടുതൽ ദാതാക്കളെ ബന്ധപ്പെടുത്തി നൽകിയാൽ പണം വഴിയെ പോരുമെന്ന് മനസ്സിലാക്കി ഏജന്റായി. 2019 വലപ്പാട് എടമുട്ടത്ത് 10 ദിവസം മാത്രമാണ് സാബിത് നാസർ താമസിച്ചത്. എന്നാൽ അവിടം നാട്ടിലെ മേൽവിലാസമാക്കി. ഭാര്യ ഉപേക്ഷിച്ചതോടെ സഹോദരിയുടെ വീട്ടിലും പലയിടങ്ങളിലായി വാടക വീടെടുത്തും കേരളത്തിൽ വന്നും പോയിരുന്നു. കൂടുതൽ സമയവും ഇറാനിൽ താമസമാക്കി. അവിടെ ഫരീദ് ഖാൻ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ നടപടികൾക്കായി 20 ദാതാക്കളെ വരെ ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്തുവെന്നാണ് പ്രതിയുടെ മൊഴി. മലയാളികളിലല്ല അവയവം മാറ്റിവെക്കൽ ഭൂരിഭാഗവും നടത്തിയത് ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരെയെന്നും ഇയാളുടെ കുറ്റസമ്മത മൊഴി. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം വേണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പണം വാഗ്ദാനം നൽകി ചൂഷണം ചെയ്ത് എല്ലാം നിയമപരമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇയാൾ അവയവക്കടത്ത് നടത്തിയത്. നാമമാത്രമായ തുക ദാതാവിന് നൽകി സ്വീകർത്താവിൽ നിന്ന് പല ഇരട്ടി തുക കൈപ്പറ്റിയാണ് മാഫിയ സംഘങ്ങൾ ലാഭം കൊയ്യുന്നത്. തൽക്കാലത്തേക്ക് താമസിച്ചൊഴിഞ്ഞ മേൽവിലാസം വഴി ഇയാൾ എങ്ങനെ പാസ്പോർട്ട് നേടി എന്നതും പോലീസ് അന്വേഷിക്കുന്നു. കേസിൽ പ്രാഥമിക വിവരശേഖരണം കേന്ദ്ര ഏജൻസികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. കൊരട്ടിയിൽ വൻ ലഹരി മരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ സ്വദേശി മലയിൽ വീട്ടിൽ അമലകൃഷ്ണനാണ് പിടിയിലായത്. പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരിയാണ് കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തുന്നുവെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ, റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളി,
കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ NA അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന 15 ഗ്രാമോളം MDMAയുമായി കണ്ണൂർ ഇരിട്ടി വിളമന സ്വദേശി മലയിൽ വീട്ടിൽ അമൽ കൃഷ്ണ പിടിയിലായത്. യുവാവിന്റെ പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരിയാണ് കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. പിടികൂടിയ പോലീസ് സംഘത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സേനയിലെ SIമാരായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, സീനിയർ CPOമാരായ AU റെജി, ബിനു MJ എന്നിവരും കൊരട്ടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് കുട്ടശ്ശേരി, അഡീഷണൽ SI ഷിബു CP, ASI നാഗേഷ് KC, സീനിയർ CPOമാരായ ടെസി, സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ ജെൻസൺ, മണിക്കുട്ടൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. കുന്നംകുളത്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. ആസാം സ്വദേശി പ്രകാശ് മണ്ഡലാണ് പിടിയിലായത്. പാറയമ്പാടത്ത് പ്രവർത്തിച്ചിരുന്ന റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. ചികിത്സിക്കാൻ ആവശ്യമായ രേഖകളില്ലാതെ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും ചികിത്സ നടത്തിയതിനാണ് പ്രകാശ് മണ്ഡലിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ പാറേപ്പാടത്ത് വാടകയ്ക്ക് വീടെടുത്ത് റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനം നടത്തിയാണ് വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിലിന്റെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മേഖലയിൽ വ്യാജ ചികിത്സ നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ക്ലിനിക്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളും പിടികൂടി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രകാശ് മണ്ഡലിനെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു. കനത്ത മഴയെ തുടർന്ന് ഉച്ചയോടെ സ്വരാജ് റൗണ്ടിൽ ബിനി ജംഗ്ഷനിലാണ് മരം വീണത്. 2 കാറുകൾക്ക് കേടുപാട് ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ഇന്നുച്ചയ്ക്ക് ബാനർജി ക്ലബിന് മുൻപിലായിരുന്നു അപകടം. സംഭവ സമയത്ത് കാറിൽ 4 യാത്രക്കാർ ഉണ്ടായിരുന്നു. 4 പേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി റോഡിൽ നിന്ന് മരം മുറിച്ചു നീക്കി. മരം വീണതോടെ റൗണ്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കിയ മഴ അറിയിപ്പ് പ്രകാരം ഇന്ന് തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവയാണ് ഓറഞ്ച് അലർട്ടുള്ള മറ്റു ജില്ലകൾ. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ ഉള്ളത്. അതിനിടെ ജില്ലയിൽ 21, 22 തീയതികളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം നിരോധിച്ചിരിക്കുന്നതിനാൽ ഈ തീയതികളിൽ തുമ്പൂർമുഴി ഗാർഡനിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. മീഡിയ ടൈം, തൃശൂർ. മഴ വന്നതോടെ മാളയിൽ വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും ആരംഭിച്ചു. മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പള്ളിയോട് ചേർന്നുള്ള ഉയർന്ന ഭാഗത്തെ മണ്ണിടിഞ്ഞു വീണ തൊട്ടടുത്ത സർവീസ് സെന്ററിലെ മെഷീൻ കേടുപാട് സംഭവിച്ചു. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് കടയുടമ പറഞ്ഞു. മഴ വന്നതോടെ മാള ടൗണിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പലയിടത്തും വെള്ളം ഒലിച്ചു പോകാതെ കെട്ടിക്കിടക്കുകയാണ്. മാള പോലീസ് സ്റ്റേഷന് മുന്നിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിന് മുന്നറിയിപ്പ് സംവിധാനം എന്ന പേരിൽ കല്ലും ഫ്ലക്സും വച്ചാണ് പ്രതിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം ചെയ്യാനോ ശാശ്വതമായി ഇല്ലാതാക്കാനോ മുന്നറിയിപ്പ് സംവിധാനം വെച്ചവർ പോലും തുനിഞ്ഞിട്ടില്ല. മഴ കൂടുതൽ കനക്കുന്നതോടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ടൗണിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് പ്രദേശവാസികളും വ്യാപാരികളും ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. കൊടകര കുഴൽപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ അന്വേഷണം തുടരുകയാണെന്ന EDയുടെ മറുപടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സ്വകാര്യ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും ED കോടതിക്ക് നൽകിയ മറുപടിയിൽ വിമർശിച്ചിരുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ ED ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും കേരള പോലീസ് കൈമാറിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കേരള പോലീസ് വ്യക്തമാക്കിയിരുന്നു. കൊടകര കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും പലതവണ ആവശ്യപ്പെട്ടിട്ടും കേരള പോലീസ് നൽകിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ പറഞ്ഞതിന് പിന്നാലെയാണ് കേരള പോലീസ് നിലപാട് വ്യക്തമാക്കിയത്.
പാർലമെന്റിൽ ഹൈബി ഈഡൻ എംപിയുടെ ചോദ്യത്തിനാണ് ധനമന്ത്രാലയം ഇക്കാര്യം മറുപടിയായി പറഞ്ഞത്. കള്ളപ്പണക്കേസിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി നടത്തുന്ന അന്വേഷണം തുടരുകയാണെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി അറിയിച്ചു. കൊടകര ദേശീയപാതയിൽ വെച്ച് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 3.5 കോടി രൂപ ക്രിമിനൽ സംഘം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടാണ് കേസ്. ഇത് BJP തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു ഉയർന്ന ആരോപണം. 2021 ഏപ്രിൽ 7-നാണ് കൊടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 22 പേരെ പ്രതികളാക്കി 2021 ജൂലൈ 23-ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിന്നീട് ഒരാൾ കൂടി അറസ്റ്റിലായതിന്റെ അടിസ്ഥാനത്തിൽ 2022 നവംബർ 15-ന് അധികമായി ഒരു കുറ്റപത്രം കൂടി സമർപ്പിച്ചു. തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ തൃശൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണ ഉദ്യോഗസ്ഥനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം 2021 മെയ് 10-നാണ് ചുമതല ഏറ്റെടുത്തത്. സംഭവത്തിൽ 1,58,40,801 രൂപയാണ് വീണ്ടെടുത്തത്. 56,64,710 രൂപ മറ്റുള്ളവർക്ക് കൈമാറിയതായും കണ്ടെത്തി. മീഡിയ ടൈം, കൊച്ചി. പരമ്പരാഗത ഈറ്റ നെയ്ത്തുകാരുടെ ദുരിതത്തിന് ശമനമില്ല. സാംബവ സമുദായക്കാരുടെ പ്രധാന വരുമാന മാർഗമാണ് ഈറ്റ നെയ്ത്ത്. കുട്ട, മുറം, പനമ്പ്, വട്ടക്കൊട്ട, കോരുകൊട്ട, തൊട്ടി തുടങ്ങിയവയാണ് ഈറ്റ കൊണ്ട് നിർമ്മിക്കുന്നത്. ഈറ്റ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിലും മതിയായി വരുമാനം നെയ്ത്തുകാർക്ക് ലഭിക്കുന്നില്ല. തൃശൂർ ജില്ലയിലെ നെയ്ത്തുകാർക്ക് ഈറ്റ നൽകിയിരുന്നത് ചാലക്കുടി കൂടപ്പുഴ ബാംബു കോർപ്പറേഷന്റെ സബ് ഡിപ്പോ വഴിയാണ്. ഈ സ്ഥാപനം മുൻകാലങ്ങളിൽ എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് തുറക്കുന്നത്. ഈറ്റ വരുമ്പോൾ മാത്രമാണ് സ്ഥാപനം തുറക്കുന്നത്. ഈറ്റ കഴിഞ്ഞാൽ അടച്ചിടുകയും ചെയ്യും. ആവശ്യത്തിന് ഈറ്റ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഗുണനിലവാരമുള്ള ഈറ്റ ഇവിടെ ലഭിക്കുന്നില്ലെന്നാണ് നെയ്ത്തുകാരുടെ പരാതി. മൂപ്പത്താത്തതും ഉണങ്ങിയതുമായ ഈറ്റകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നതെന്നാണ് പരാതി. മികച്ച ഈറ്റ ലഭിക്കണമെങ്കിൽ അങ്കമാലിയിലെ ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനത്ത് ചെല്ലണം. അവിടെ പോയി ഈറ്റ കൊണ്ടുവരാൻ തൊഴിലാളികൾക്ക് സാമ്പത്തിക ബാധ്യത കൂടും. ഈറ്റ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിലും മതിയായ വരുമാനം നെയ്ത്തുകാർക്ക് ലഭിക്കുന്നില്ല. ഇൻഷുറൻസ്, ESI, മിനിമം കൂലി എന്നിവ നടപ്പിലാക്കണമെന്നും ചാലക്കുടിയിലെ സബ് ഡിപ്പോ തുറന്ന് പ്രവർത്തിക്കണമെന്നുമാണ് നെയ്ത്തുകാരുടെ ആവശ്യം. കാലവർഷമാകുമ്പോൾ തൊഴിൽ കുറയുന്ന സമയത്ത് സൗജന്യ റേഷൻ അടക്കമുള്ള സഹായങ്ങൾ വേണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കൊച്ചി പള്ളുരുത്തിയിൽ ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച 3-അംഗ ഗുണ്ടാ സംഘം അറസ്റ്റിൽ. പള്ളുരുത്തി സ്വദേശികളായ ഷാലൻ, ഓന്ത് ബിജു, ലൗജാൻ എന്നിവരാണ് പിടിയിലായത്. വെട്ടേറ്റ പള്ളുരുത്തി സ്വദേശി വിപിൻ ജേക്കബ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മാസം 17-നായിരുന്നു സംഭവം. കയ്പമംഗലത്ത് SFI ഏരിയ സെക്രട്ടറിക്കും പിതാവിനും മർദ്ദനമേറ്റു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി, പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി വടക്കൂട്ട് അശ്വിൻ, പിതാവ് സന്തോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് കയ്പമംഗലം ബീച്ച് ഡോക്ടർ പടിയിൽ വെച്ചാണ് സംഭവം. അശ്വിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിനിടെയാണ് മർദ്ദനമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് SFI ആരോപിച്ചു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദനവും മധുരവായന പദ്ധതിയുടെ വാർഷികവും ആഘോഷിച്ചു. ഐരാണിക്കുളം സർക്കാർ ഹൈസ്കൂൾ അധ്യാപിക ഇന്ദുലേഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീലത മുഖ്യാതിഥിയായിരുന്നു. വടമ DVLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥിന്റെ ഓണറേറിയം ഉപയോഗിച്ചാണ് മധുരവായന പദ്ധതി നടപ്പാക്കിയത്. രാജ്യത്തെ മതസംഘടനകളുടെ മാനവികതയിൽ ഊന്നിയ പ്രവർത്തനങ്ങൾക്ക് പരിഗണന നൽകുമ്പോഴാണ് ആഗോളതലത്തിൽ അതിന്റെ പൊതുസ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതെന്ന് സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം അഭിപ്രായപ്പെട്ടു. ഗ്രേസ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ തൃശൂർ ചാപ്റ്റർ സംഘടിപ്പിച്ച ഇന്ത്യൻ പ്രതിനിധിയായി അന്താരാഷ്ട്ര മതസംവാദത്തിൽ അംഗീകാരം ലഭിച്ച ചേരമാൻ പള്ളി ഇമാം ഡോക്ടർ സലീം നദ്വിക്ക് പുരസ്കാരം നൽകി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചേരമാൻ ജുമാ മസ്ജിദ് ജനറൽ സെക്രട്ടറി SA അബ്ദുൽ ഗയീം അധ്യക്ഷത വഹിച്ചു. പുത്തുഞ്ചിറ പാറമേൽ തൃക്കോവിലപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. തുടർന്ന് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. 1-ാം ദിവസം ഭാഗവത ഉൽപ്പത്തി, സൂത്ര ശൗനക സംവാദം, വ്യാസനാരദ സംവാദം, ശ്രീശുക ആഗമനം, ശ്രീശുക പരിഷത്ത് സംവാദം, ബ്രഹ്മനാരദ സംവാദം, ചുതശ്ലോകി ഭാഗവതം, വിദൂര ഉദ്ധവ സംവാദം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. കാവനാട് മനരാമൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹ യജ്ഞം മെയ് 26-ന് സമാപിക്കും.
CPI കാര ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുമോദന സദസ്സ് ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം EF പ്രിൻസ് അധ്യക്ഷനായി. NR രാജേഷ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. PB ഷിജു, PA താജുദ്ദീൻ, സന്തോഷ് കോരുചാലിൽ, MR കൈലാസ്, ER മണികണ്ഠൻ, EF ജോമോൻ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികൾ അവരുടെ വഞ്ചികൾ കെട്ടിയിടുന്ന അഴീക്കോട് മുനക്കൽ വഞ്ചിക്കടവ് പ്രദേശത്ത് സോളാർ ലൈറ്റും ക്യാമറയും സ്ഥാപിക്കാൻ ജനകീയ സമിതിയിൽ തീരുമാനമായി. 1 മാസത്തിനുള്ളിൽ ഇവ രണ്ടും സ്ഥാപിക്കുമെന്നാണ് തീരുമാനം. ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വേണ്ടി ഡ്രൈഡ് ചെയ്തു നികത്തിയ കരഭൂമിയിൽ നിന്നും അനധികൃതമായി മണ്ണെടുക്കുന്നതിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയിലും യോഗത്തിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നു. ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ ആക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നുവന്നു. പഞ്ചായത്ത് മെമ്പർ സുമിത ഷാജി അധ്യക്ഷത വഹിച്ചു. BJP ഇടവിലങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമോദ് ബലിദാന ദിനം ആചരിച്ചു. നടവറമ്പ് ചന്തയിൽ നടന്ന അനുസ്മരണ പുഷ്പാർച്ചന BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. കനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രമോദിന്റെ വസതിയിൽ നടന്ന പുഷ്പാർച്ചന RSS കൊടുങ്ങല്ലൂർ ഘട്ട് പ്രമുഖ് ജയൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിൻസ് തലാശ്ശേരി, PS അനിൽകുമാർ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, CK പുരുഷോത്തമൻ, VG ഉണ്ണികൃഷ്ണൻ, KK ഉണ്ണികൃഷ്ണൻ, KD വിപിൻ ദാസ്, രാജേഷ് വെങ്കിടങ്ങി, സതീശൻ തെക്കിനിയഥ, MA ഹരിദാസ്, പ്രദീപ് അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര സൗഹൃദ കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ OS സൂര്യയെ അനുമോദിച്ചു. മോനോടി നമ്പ്യാർപ്പാടം ഒളിപ്പറമ്പൻ സുരേഷ് സിന്ധു ദമ്പതികളുടെ മകളാണ് സൂര്യ. സൗഹൃദ കലാ കൂട്ടായ്മയുടെ സെക്രട്ടറി സുധീർ വെള്ളിക്കുളങ്ങര ട്രോഫി സമ്മാനിച്ചു. കലാകാരന്മാരായ സുധി കലാഭവൻ, സെയ്കോ ജോസ്, ഷൈജു ജോസ്, മോഹൻദാസ് കിച്ചു, ആശാ നമ്പ്യാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തദ്ദേശ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം വർദ്ധിപ്പിക്കും. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. മലയാളി ഉൾപ്പെടെ 20 പേർ അവയവക്കടത്തിന് ഇരയായി. കൊടകര കുഴൽപ്പണക്കേസിൽ ED അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവ് കേസിൽ അന്വേഷണം തുടരുകയാണെന്ന EDയുടെ മറുപടി പരിഗണിച്ച്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.